ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ചത്ത പച്ച എന്ന പടം കണ്ടു വന്നതേ ഫ്രഷ് ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ആൻഡ് ഇതൊരു നോൺ സ്പോയിലർ റിവ്യൂ ആയിരിക്കും. ഒരു രീതിയിലും ഒരു കഥയും പറയാൻ പോകുന്നില്ല, ഒരു ക്യാമിയോയും പറയാൻ പോകുന്നില്ല. ജസ്റ്റ് ഈ സിനിമനെ കുറിച്ച് എനിക്ക് എന്താ തോന്നിയതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് ഐ ലവ് ദിസ് ഫിലിം. ഒരു നല്ല സിനിമ, ഒരു ഗുഡ് ആക്ഷൻ സിനിമ, ഒരു നല്ല ആക്ഷൻ പടം. ഇതുവരെയും കണ്ട ആക്ഷൻ പടം പോലെയല്ല, ആക്ഷൻ തന്നെ റീഡിഫൈൻ ചെയ്ത ഒരു പടം. WWE ഫൈറ്റ് ആണല്ലോ ഈ പടത്തിൻ്റെ മെയിൻ. ആൻഡ് ദിസ് ആക്ഷൻ ഫിലിം വാസ് വർത്ത് ദ വാച്ച്. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫൈനലി ഒരു നല്ലൊരു ആക്ഷൻ WWE പടം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഐ എം റിയലി ലവ് ദിസ്. ആൻഡ് കുറേ പറയാനുണ്ട്. എസ്പെഷ്യലി പറയാനുള്ളത് ഒരു ക്യാമിയോ. അത് ആരാണെന്ന് ഓഫ്കോഴ്സ് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ആൻഡ് അതിനൊപ്പം ഈ കഥാപാത്രങ്ങൾ അഭിനയിച്ച ഈ നടന്മാർ, അവരുടെ കഷ്ടപ്പാട്, നന്നായിട്ട് കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്ത് അവർ തന്നെ അടിച്ചു പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പെർഫോമൻസിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. പക്ഷേ അതെല്ലാത്തിനപ്പുറം എനിക്ക് പറയാനുള്ളത്, ഈ പടത്തിലെ സിനിമറ്റോഗ്രഫി അത് അടിപൊളിയായിരുന്നു കേട്ടോ. ലൈക്ക് ഒരിക്കലും ഞാൻ ഇത് ഇത്രയും ലെവലിലേക്ക് പോകുമെന്ന് വിചാരിച്ചില്ല. ഇത് സിനിമറ്റോഗ്രഫി ചെയ്തവൻ ആ പുള്ളിക്ക് കൊടുക്കണം ഒരു അവാർഡ്. ലൈക്ക് അടിപൊളി മാൻ. ലൈക്ക് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഏറ്റവും കൂടുതൽ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തത് അതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോഴാണ്. കാരണം ടെൻഷൻ ഭയങ്കരമായിരുന്നു. കാരണം ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഈ ഒരു ഭിന്നതയും അതൊക്കെ എങ്ങനെ എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന്. അപ്പോൾ അത് ആ ഒരു മൊമെൻറ്റിൽ ടൈറ്റ് ഷോട്ട് വെക്കുക, ക്ലോസപ്പ്, പിന്നെ ക്ലൈമാക്സിലെ കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോഴാണ് ശരിക്കും സിനിമാറ്റോഗ്രഫി ശരിക്കും എനിക്കത് എടുത്തു പറയാൻ തോന്നിയത്, അതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിലെ പുതിയ നടന്മാരാണ്. 4 പേരുണ്ട് മെയിൻ ഗ്യാങ്ങിലെ. ഈ പുള്ളിക്കാരി, ഇവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അടിച്ചു പൊളിച്ചു മക്കളെ. ലൈക്ക് സൂപ്പർ. മക്കളല്ല എന്നാലും ഇവർ ശരിക്കും അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ 4 പേരും അടിപൊളിയായിരുന്നു. അവർ ആരും കുറച്ച് നിന്നില്ല. ലൈക്ക് പുതിയൊരു നടന്മാരായിട്ട് പോലും ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകില്ല. ലൈക്ക് ആ ഒരു പെണ്ണും, പിന്നെ ആ പൊക്കമുള്ള ചെക്കനും, പിന്നെ ആ ഒരു തടിയനും, പിന്നെ ഒരു റോമിയോ ചേട്ടനും, അവരെല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു. ഒരിക്കലും ഒരു ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തില്ല. ഒരിക്കലും ഒരു കോമാളിത്തരമാകാമായിരുന്നു. കോമാളിത്തരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു നടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുണ്ട്. ബട്ട് അവർ ആ ഒരു പുതുമുഖ ആൾക്കാരെല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു രീതിയിലും എനിക്കവരെ ഞാൻ ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നവരാണ് ശരിക്കും. അവർ ശരിക്കും അത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് ദേ പുൾഡ് ഇറ്റ് ഓഫ്. ഐ റിയലി ലവ് ദം. ആൻഡ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇഷാൻ ഷൗക്കത്ത്. അവർ 4 പേരിൽ ആ പുള്ളിയിൽ നിന്ന് തുടങ്ങാം. പുള്ളിയാണ് ഈ പറഞ്ഞ ആങ്കർ. പുള്ളിയിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നതും ആൻഡ് പുള്ളിയാണ് ഇതിന് നറേറ്റ് ചെയ്ത് പോകുന്നതും. എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ആയിട്ട് ഇത്ര കണക്റ്റ് ഫീൽ ചെയ്തില്ല. ആ ഒരു ക്യാരക്ടറായിട്ടുള്ളത് ഒരു ഡിസ്കണക്റ്റ് പോലെ എനിക്ക് തോന്നി. അത് പുള്ളിയുടെ അഭിനയം കൊണ്ടാണോ എനിക്കറിയില്ല. ലൈക്ക് ഒരു ഭയങ്കര ഒരു വലിയൊരു ഡിസ്കണക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസിൽ. പിന്നെ എനിക്ക് പക്ഷേ ആക്ഷൻ വൈസ് ഈ അമേസിങ്, അടിപൊളിയായിരുന്നു. ബട്ട് ആസ് എ ക്യാരക്ടർ എനിക്കത് പെട്ടെന്ന് കണക്റ്റ് ആകാൻ കുറച്ച് പണിയായിരുന്നു. എനിക്ക് ആ ക്യാരക്ടറായിട്ട് ഇത്ര ഫീലിംഗ് തോന്നിയില്ല. പിന്നെ അടുത്ത് പറയാനുള്ളത് വിശാഖ് പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു ഹോളിവുഡ് പടങ്ങളൊക്കെ കണ്ട് വളർന്നിട്ട് ഇതേപോലത്തെ സംഭവം നമ്മുടെ നാട്ടിൽ ചെയ്യാം എന്ന് തോന്നിയിട്ട് അഭിനയിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് പുള്ളിയുടെ അഭിനയം. ഓഫീസറിൻ്റെ ഡ്യൂട്ടിയിൽ ഭയങ്കര വിസിബിളായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇത് കുറച്ചും കൂടി മികച്ചതാണ്. ഈ ക്യാരക്ടർ വളരെ നന്നായത് ക്ലൈമാക്സിലാണ് ഈ ക്യാരക്ടർ കുറച്ചും കൂടി അടിപൊളിയായി വന്നത്. തുടക്കത്തിൽ ആക്ച്വലി ഒരു കോമാളിനെ പോലെയാണ് ഫീൽ ചെയ്തത്. എന്തൊക്കെയാണ് കാണിക്കുന്നത്, ലൈക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നീ എന്താ ഉദ്ദേശിച്ചത് ശരിക്കും, അത് ആ ഒരു രീതിയിൽ എന്തിനാ ചെയ്തത്. ആ മലയാളം പറയുമ്പോൾ പുള്ളി കൊള്ളാം, ഇംഗ്ലീഷ് പറയുമ്പോൾ പുള്ളി യുനോ ആക്ടിങ് വെരി കൂൾ പോലെയൊക്കെ. അത് എനിക്ക് ദഹിക്കാൻ കുറച്ച് പ്രശ്നമുണ്ടായി. ദഹിക്കാത്ത വേറൊരു ക്യാരക്ടറുണ്ട്, അത് ഏറ്റവും അവസാനം പറയാം. പക്ഷേ എൻ്റെ ഒരു വ്യൂവിങ്ങിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയതും എന്നെ ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് ചെയ്ത് നിർത്തിയതും എനിക്ക് തോന്നിയത് എൻ്റെ മൈ ഫേവറേറ്റ് ക്യാരക്ടർ ആൻഡ് എനിക്ക് ഏറ്റവും സ്ട്രോങ്നെസ്റ്റ് ആയിട്ട് തോന്നിയത് റോഷൻ മാത്യുവിൻ്റെ ക്യാരക്ടറായിരുന്നു. പുള്ളിയുടെ വെട്രി എന്നുള്ള ക്യാരക്ടർ വളരെ അടിപൊളിയായിരുന്നു. ലൈക്ക് എൻ്റെ എൻട്രി തുടങ്ങി ഒരു ക്യാരക്ടർ എങ്ങനെ ഹോൾഡ് ചെയ്യുക, നമ്മുടെ ആ ഒരു ക്യാരക്ടർ പോയ എല്ലാ ഇമോഷൻസും അത് വളരെ ജെന്യുവിനായിട്ടത്
എക്സ്പ്രസ് ചെയ്യാന്നുള്ള കാര്യം, അതെല്ലാം വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഐ ലവ്ഡ് ഹിസ് പെർഫോമൻസ്. എൻ്റെ ഫേവറേറ്റ് പെർഫോമൻസ് പുള്ളിക്കാരൻ്റെയാണ്. പിന്നെ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ, അത് പുള്ളിയാണ് ഓഫ് കോഴ്സ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നടനാണ്, വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തത്. ആൻഡ് ഹി വാസ് അമേസിങ്, ഹി വാസ് ഹാവിങ് ഫൺ. ആൻഡ് പുള്ളി ആസ് യൂഷ്വലി ചെയ്യണ പോലെ തന്നെ വളരെ ഒരു പടത്തിൻ്റെ ഒരു സോളാണ് പുള്ളി. ലൈക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ചിയർ ചെയ്യണതും ജയിച്ച് കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളി പ്ലേ ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ആ പുള്ളിക്കാരനും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബട്ട് ആസ് മൈ പുള്ളിയുടെ അവസാനത്തെ ക്ലൈമാക്സിലൊക്കെ ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഓഫ് കോഴ്സ് റോഷൻ മാത്യുവിൻ്റെ ക്യാരക്ടറാണ്. ആൻഡ് അത് പറയുന്ന പോലെ തന്നെ ബാക്കി എല്ലാവരും പറഞ്ഞു. ഇനി പറയാനുള്ളത് ആ ക്യാമിയോ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അതെനിക്ക് കുറച്ച് ദഹിച്ചില്ല ആ ഒരു പെർഫോമൻസ്. ലൈക്ക് അത് കുറച്ച് സെറ്റിലാകാൻ കുറച്ച് ടൈം എടുത്തു. ആദ്യമേക്കും ആ ഒരു ഡയലോഗ് വന്നപ്പോൾ തന്നെ എന്തോ പോലെ അത് സെറ്റായില്ല. അത് ഷോക്കായിപ്പോയല്ലോ എന്നൊരു പേടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് വേണമായിരുന്നു, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ ഒരു ലുക്കും ആ ഒരു ഫിസിക്കും ഒക്കെ വളരെ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നി. ആൻഡ് ദ ക്ലൈമാക്സ് വാസ് ഡൗൺ, വെരി ഡൗൺ. ആൻഡ് അങ്ങോട്ട് തീർന്നുപോയി, പടം തീർന്നു. ഡയലോഗ് പറഞ്ഞിട്ട് പടം തീർന്നു. ആൻഡ് ഭാഗ്യം ഇതിൻ്റെ ഒരു യൂണിവേഴ്സ് ഉണ്ടാവുമെന്നോ സീക്വൽ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, അതിനും വലിയ താല്പര്യമില്ല. ബട്ട് ആസ് എ സിനിമ, ഹോൾ സിനിമ ഒരു ഫുൾ സിനിമയായിട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഫിലിം, ഒരു നല്ല സിനിമയാണ്. ആൻഡ് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.